വെൽക്കം ബാക്ക് ടു Onevestor. നോർമലി സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡബിൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവർ വാങ്ങിക്കുന്ന സ്റ്റോക്കിൽ നിന്ന് അവർക്ക് 100% റിട്ടേൺസ് ആണ് അവർ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ പെന്നി സ്റ്റോക്സിൻ്റെയോ അല്ലെങ്കിൽ മൾട്ടിബാഗർ റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉള്ള സ്റ്റോക്സിൻ്റെ പുറകെ പോകാതെ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺസിൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. മൾട്ടിബാഗർ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊരു 5-10 വർഷം കൊണ്ട് അത് 50 ഇരട്ടിയും 100 ഇരട്ടിയും ഒക്കെ ആവുന്നതിനാണ് മൾട്ടിബാഗർ റിട്ടേൺസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ റിട്ടേൺസ് ഡെലിവർ ചെയ്ത സ്റ്റോക്സിനാണ് മൾട്ടിബാഗർ സ്റ്റോക്സ് എന്ന് പറയുന്നത്. മൾട്ടിബാഗർ സ്റ്റോക്സ് എന്നോ അല്ലെങ്കിൽ മൾട്ടിബാഗർ റിട്ടേൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്സ് എന്ന് പറയുന്നത് വിപ്രോയും ഇൻഫോസിസും ഐഷർ മോട്ടോഴ്സും പേജ് ഇൻഡസ്ട്രീസ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കാർ പെന്നി സ്റ്റോക്സിന്റെ പുറകെയും അതുപോലെ മൾട്ടിബാഗർ ടിപ്സിന്റെ പുറകെയും പോകുന്നത്. കാരണം അവർക്ക് അടുത്ത 10 രൂപ സ്റ്റോക്ക് ഏതാണെന്ന് അറിയണം, ഫ്യൂച്ചറിൽ 1000 റുപ്പീസും 2000 റുപ്പീസ് ഒക്കെ ആവുന്നത്. അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഈ 10 രൂപ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം ഈ 10 രൂപ സ്റ്റോക്ക് എന്ന് പറയുന്നത് 1-2 മാസം കൊണ്ട് ചിലപ്പം 20 രൂപയാകാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ 10 രൂപ സ്റ്റോക്ക് എന്ന് പറയുന്നത് 1-2 വർഷത്തിനുള്ളിൽ 100 രൂപയാകാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള വിചാരത്തിലാണ്. അത് ഒരു പരിധി വരെ ശരിയാണ്. കാരണം നിങ്ങൾക്ക് തന്നെ മാർക്കറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും ഒരു വർഷം കൊണ്ട് 10 രൂപയിൽ നിന്ന് 100 രൂപയോ 50 രൂപയ്ക്കോ ആയിട്ടുള്ള ധാരാളം സ്റ്റോക്സുകൾ. അതിനെപ്പറ്റി എനിക്ക് 2 കാര്യമാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ 100-ൽ 10-ഓ 5-ഓ ചിലപ്പോൾ കാണത്തുള്ളായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ 100 സ്റ്റോക്കിൽ നിന്ന് ആ 5 ഏതാണെന്നുള്ളത് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ അവർ 100 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത 100 സ്റ്റോക്കിൽ ഒരു 5 അല്ലെങ്കിൽ 10 ചിലപ്പം ഈ പറയുന്ന പോലെ 10 ഇരട്ടി റിട്ടേൺസ് തന്നു വരാം. പക്ഷേ ബാക്കി 90 അപ്പം ലോസിലോ അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ഓവറോൾ റിട്ടേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന മൾട്ടിബാഗർ റിട്ടേൺസ് അവർക്ക് കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്റ്റോക്സ് 1-2 വർഷം കൊണ്ട് ചിലപ്പം ഈ 5 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെ ആയേക്കാം. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അത് നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കാം തരുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ സൈഡ് വൈസ് മൂവ്മെന്റ് ആയിരിക്കും പിന്നെ അത് തരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 2 വർഷത്തെ നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത് മേ ബി 500%-ഓ 1000%-ഓ ആകാം. പക്ഷേ അത് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ സ്റ്റോക്കിൽ തന്നെ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങളുടെ ആവറേജ് ആനുവൽ റിട്ടേൺസ് എന്ന് പറയുന്നത് മേ ബി 50%-ഓ അല്ലെങ്കിൽ 20%-ഓ കാണത്തുള്ളായിരിക്കും. കാരണം നിങ്ങൾ മീഡിയയിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും വിപ്രോയുടെ സ്റ്റോക്കിൽ 40 വർഷം മുമ്പ് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ വാല്യൂ 750 കോടി രൂപയാണെന്നുള്ളത്. അതുപോലെ ഇൻഫോസിസിൽ 27 വർഷം മുമ്പ് നമ്മൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ വാല്യൂ 4 കോടിയോ 5 കോടിയോ ആണെന്നുള്ളത്. ഇനി സ്റ്റോക്ക് പ്രൈസ് പറയുകയാണെങ്കിൽ 20 വർഷം മുമ്പ് ഐച്ചർ മോട്ടോഴ്സിന്റെ സ്റ്റോക്ക് പ്രൈസിന് 50 രൂപ താഴെ ഉള്ളായിരുന്നു വില, ഇന്ന് അത് 20,000 രൂപ അറൗണ്ട് ആണ്. പക്ഷേ 2 വർഷം മുമ്പ് അതിന്റെ ഹൈ എന്ന് പറയുന്നത് 36,000 രൂപ അറൗണ്ട് ആയിരുന്നു. ഐച്ചർ മോട്ടോഴ്സിനെ പറ്റി നിങ്ങളൊരു 100 ആർട്ടിക്കിൾസ് എങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. 20 വർഷം മുമ്പ് നിങ്ങളൊരു ബുള്ളറ്റ് വാങ്ങിക്കുന്നതിന് പകരം ഐച്ചർ മോട്ടോഴ്സിന്റെ സ്റ്റോക്ക് വാങ്ങിക്കുമായിരുന്നെങ്കിൽ ഇന്ന് അത് 4 കോടി രൂപ ആയിരുന്നേനെയും അല്ലെങ്കിൽ 5 കോടി രൂപ ആയിരുന്നേനെയും എന്ന് പറഞ്ഞു. അതുപോലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കാണ് MRFന്റെ സ്റ്റോക്ക്. അത് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്ത സമയത്ത്, അതായത് 2001 സമയത്ത് ഒരു സ്റ്റോക്കിന്റെ വില എന്ന് പറയുന്നത് 500 രൂപയുള്ളായിരുന്നു. ആ 500 രൂപ എന്ന് പറയുന്നത് ഇന്നിപ്പം 60,000 രൂപ അറൗണ്ടാണ് MRFന്റെ സ്റ്റോക്ക് പ്രൈസിന്. ഞാൻ ഈ സ്റ്റോക്സ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് മിക്ക ഇൻവെസ്റ്റേഴ്സിന്റെയും റിഗ്രറ്റ് ലിസ്റ്റിലുള്ള കുറച്ച് സ്റ്റോക്സ് ആണ്. അതായത് ഈ സ്റ്റോക്സിനെ പറ്റി എല്ലാവർക്കും ഒരു കാര്യമേ പറയാനുള്ളൂ, അന്ന് 10,000 രൂപ ഈ സ്റ്റോക്സിൽ ഇട്ടിരുന്നെങ്കിൽ നിന്ന്. ഇനി ഞാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള മൾട്ടിബാഗർ സ്റ്റോക്സിന്റെ റിട്ടേൺസ് കാണിച്ചു തരാം. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് വിപ്രോ തന്നെയാണ്. വിപ്രോയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 10,000 രൂപ നിങ്ങൾ ഈ 40 വർഷം മുമ്പ് വിപ്രോയുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 741 കോടിയാണ്. സോ അതിൻ്റെ CAGR ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 41% ആണ്. അതായത് 10,000 രൂപ ഓരോ വർഷവും 41% ഗ്രോ ചെയ്യുമ്പോഴാണ് 39 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് 741 കോടി രൂപയാവുന്നത്. അടുത്തത് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസും നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും. 10,000 രൂപ അതിൻ്റെ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് 4 കോടി രൂപ ആയിരുന്നേനെയും അല്ലെങ്കിൽ 5 കോടി രൂപ ആയിരുന്നേനെയും ഒന്ന്. സോ അതിൻ്റെ പെർസെൻറ്റേജ് റിട്ടേൺസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 10,000 രൂപ 26 വർഷം കൊണ്ട് 4 കോടി രൂപ ആകണമെന്നുണ്ടെങ്കിൽ ഓരോ വർഷം 37% ആണ് അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത്. അതായത് 10,000 രൂപ ഓരോ വർഷം 37% ഗ്രോ ചെയ്യുകയാണെങ്കിൽ അത് 26 വർഷം കഴിയുമ്പോഴത്തേക്ക് 4 കോടി രൂപയാവും. അടുത്തത് ഐച്ചർ മോട്ടോഴ്സ് ആണ്. ഐച്ചർ മോട്ടോഴ്സിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. 20 വർഷം മുമ്പ് ഐച്ചർ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപ അറൗണ്ട് ആണ്. അത് 2019 ഡിസംബറിൽ 21,000 അറൗണ്ടും ആയിരുന്നു. ഇനി അതിൻ്റെ റിട്ടേൺസ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും 35% ആണ്. അതായത് 51 രൂപ ഓരോ വർഷവും 36% ഗ്രോ ചെയ്യുകയാണെങ്കിൽ 20 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് അറൗണ്ട് 21,000 വരുമെന്നാണ് അതിനർത്ഥം. അടുത്തത് MRF ആണ്. MRFിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 2000 .com ബബിളിന്റെ പീക്കിൽ അറൗണ്ട് 2,500 ആയിരുന്നു അതിന്റെ വില. അത് ഇന്ന് 62,000 രൂപ അറൗണ്ട് ആണ്. ഇനി അതിന്റെ റിട്ടേൺസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 17.65% ആണ്. ഇനി ഞാൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്ത സമയത്ത് MRFിന്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അത് 500 രൂപയായിരുന്നു. അത് 2001. സോ 19 വർഷത്തെ റിട്ടേൺസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 28% ആണ്. അതായത് ഒരു വർഷത്തെ ഗ്യാപ്പിൽ സ്റ്റോക്ക് പ്രൈസ് കറക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് റിട്ടേൺസ് എന്ന് പറയുന്നത് 10% ആണ് ആനുവലി കൂടിയിരിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എൻട്രി പ്രൈസ് ആണ്. ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു
സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള നിങ്ങളുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എൻട്രി പ്രൈസിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന്. ആ എപ്പിസോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തത് HDFC ബാങ്ക് ആണ്. HDFC ബാങ്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 20 വർഷം മുമ്പ് 17 രൂപ അറൗണ്ടേ ഉള്ളായിരുന്നു. ഇന്നിപ്പോൾ അത് 1200 രൂപയായിരുന്നു ഡിസംബർ 2019. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് ശേഷം അത് 900 റുപ്പീസിന് താഴെ പോയി. പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഡിസംബർ 2019 സോ നമുക്ക് ആ റിട്ടേൺസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 17 രൂപ എന്നുള്ളത് 20 വർഷം കൊണ്ട് 1200 രൂപ എത്തണമെന്നുണ്ടെങ്കിൽ ആനുവലി 20% ആണ് ഗ്രോ ചെയ്യേണ്ടത്. അടുത്തത് ടൈറ്റൻ ആണ്. ടൈറ്റൻ എന്ന് പറയുന്നത് 20 വർഷം മുമ്പ് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൻ്റെ വില 7 രൂപ ഉള്ളായിരുന്നു. ലാസ്റ്റ് ഡിസംബറിൽ അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 1153 അറൗണ്ട് ആണ്. സോ ആ റിട്ടേൺസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 28% ആണ് ആനുവൽ റിട്ടേൺസ് എന്ന് പറയുന്നത്. ഞാൻ ഈ മൾട്ടിബാഗർ സ്റ്റോക്സും അതിൻ്റെ റിട്ടേൺസ് കാണിച്ചു തന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ റിട്ടേൺസിനെ പറ്റി പറയാനാണ്. അതായത് നിങ്ങൾക്കറിയാം ഈ സ്റ്റോക്സ് ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഹീറോ സ്റ്റോക്സ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും വലിയ മൾട്ടിബാഗേഴ്സ് എന്ന് അറിയപ്പെടുന്ന കുറച്ച് സ്റ്റോക്സ് ആണ് ഈ പറഞ്ഞവയെല്ലാം. പക്ഷേ ആ സ്റ്റോക്സിന് ആ മൾട്ടിബാഗർ റിട്ടേൺസ് അച്ചീവ് ചെയ്യാനായിട്ട് 100% റിട്ടേൺസ് ഒന്നും ഡെലിവർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓരോ വർഷവും 30% അറൗണ്ട് റിട്ടേൺസ് മാത്രം തന്നാൽ മതിയായിരുന്നു. ഈ റിട്ടേൺസ് പറയുന്നത് സ്റ്റോക്സിന് മാത്രമല്ല മ്യൂച്വൽ ഫണ്ട്സിനും ആപ്ലിക്കബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് സി ബിസിനസിൻ്റെ വെബ്സൈറ്റിൽ വന്നതാണ്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് 30 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ 22 കോടി രൂപ അയക്കാവുന്നുള്ളത്. സോ ആ റിട്ടേൺസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റാർട്ടിംഗ് വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 10 ലക്ഷം രൂപയും എൻഡിംഗ് വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 22 കോടിയുമാണ്. അത് 30 വർഷം കൊണ്ട് ഈ 10 ലക്ഷം രൂപ 22 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ എത്ര റിട്ടേൺസ് വേണമെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് 19.69% മാത്രം മതി. അതായത് 20% റിട്ടേൺസ് മാത്രം മതി നിങ്ങൾക്ക് അതുപോലെ റിട്ടേൺസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിലും. ഇനി 10 ലക്ഷം രൂപ 30 വർഷം കൊണ്ട് 22 കോടിയല്ല 100 കോടി രൂപ ആവണമെന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് വേണമെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ എഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് 26% മാത്രം മതി. അതായത് നിങ്ങളൊരു 10 ലക്ഷം രൂപ 30 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഓരോ വർഷവും 20% ആണ് നിങ്ങൾക്ക് റിട്ടേൺസ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 22 കോടി രൂപയായിരിക്കും. അതിപ്പം 26% ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് 100 കോടി രൂപയായിരിക്കും. അതായത് നിങ്ങളുടെ റിട്ടേൺസ് 6% കൂടിയപ്പോൾ തന്നെ നിങ്ങളുടെ ഫൈനൽ വാല്യൂവിൽ 80 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് വന്നത്. ഇനി ഞാൻ ഈ 26% സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിപ്പം എവിടെ ആണെങ്കിലും ശരി അത് 10 വർഷം കൊണ്ട് 10 ഇരട്ടി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുവലി 26% റിട്ടേൺസ് ആണ് വേണ്ടത്. അതായത് 10,000 രൂപയെ 30 വർഷം കൊണ്ട് 1 കോടി രൂപ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുവലി 26% റിട്ടേൺസ് ആണ് വേണ്ടത്. അതുതന്നെയാണ് നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സാമ്പിളിൽ സംഭവിച്ചതെന്ന് പറയുന്നത്. അതായത് ഒരാൾ ഒരു 10 ലക്ഷം രൂപ 30 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അയാളുടെ ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 26% ആണെങ്കിൽ ആ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് 10 വർഷം കൊണ്ട് 1 കോടി രൂപയാവും. അതിൻ്റെ അടുത്ത 10 വർഷം കൊണ്ട് ആ 1 കോടി രൂപ എന്ന് പറയുന്നത് 10 കോടി രൂപയാവും. അതിൻ്റെ അടുത്ത 10 വർഷം കൊണ്ട് ആ 10 കോടി രൂപ എന്ന് പറയുന്നത് 100 കോടി രൂപയാവും. ഇനി ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ സ്റ്റോക്സിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ 26% റിട്ടേൺസ് ടാർഗറ്റ് ചെയ്യണമെന്നല്ല. പകരം നിങ്ങളൊരു പെർസെൻറ്റേജ് റിട്ടേൺസിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാര്യം നിങ്ങൾ മൾട്ടിബാഗർ ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് 10 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ അത് 10 ഇരട്ടിയാകും 100 ഇരട്ടിയാകും എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അല്ല. പക്ഷേ നിങ്ങളൊരു 15% അല്ലെങ്കിൽ 20% ടാർഗറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഹാൻഡ്ഫുൾ ഓഫ് സ്റ്റോക്സ് മാത്രമേ ഈ പറയുന്ന 26% റിട്ടേൺസ് എങ്കിലും തന്നിട്ടുള്ളൂ. സോ നിങ്ങളിപ്പം റാൻഡമായിട്ടോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിലും അതൊരു 20% റിട്ടേൺസ് തരാനുള്ള ചാൻസ് എന്ന് പറയുന്നതിന് ചിലപ്പോൾ ഭയങ്കര കുറവായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് 100% റിട്ടേൺസ് കണ്ടിന്യൂസ് ആയിട്ട് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കാരണം നിങ്ങളൊരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓരോ വർഷവും 100% റിട്ടേൺസ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഒരു 20-25 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അംബാനിയെക്കാളിലും അല്ലെങ്കിൽ ടാറ്റയെക്കാളിലും വലിയ കാശുകാരനാവും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു കോമ്പൗണ്ടിങ് ടൂൾ എൻട്രി നോക്കിയാൽ മതി. അതിപ്പം 100% തന്നെ വേണമെന്നില്ല, ഈവൻ 50% ആണെങ്കിലും ഇതേപോലെ ഒരു 10 ലക്ഷം രൂപ 50% ഗ്രോ ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും ഒരു 30 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക്. ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി എന്ന് പറഞ്ഞാൽ 100% റിട്ടേൺസ് അച്ചീവ് ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ ഒരു മൾട്ടിബാഗർ റിട്ടേൺസ് അച്ചീവ് ചെയ്യാനായിട്ടാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്കൊരു ഹ്യൂജ് റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആനുവലി ഒരു 26% റിട്ടേൺസ് മാത്രം മതി. കാരണം ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത മൾട്ടിബാഗർ സ്റ്റോക്സ് ആയ വിപ്രോയും ഇൻഫോസിസും MRFും ഐഷർ മോട്ടോഴ്സും HDFC ബാങ്കും ടൈറ്റനും ഇതിൻ്റെ ഒന്നും ആനുവൽ റിട്ടേൺസ് എന്ന് പറയുന്നത് 50% പോലും ഇല്ലായിരുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.